ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പം ഇന്ന് നമ്മളെ പരിസര പ്രദേശത്ത് തന്നെ കേട്ടോ. ഇപ്പോൾ രണ്ട് പാടികൾ കാട് മൂടിയൊരവസ്ഥയിലാട്ടോ. കാരണം ഇവിടേക്ക് ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ വളരെ സൈലൻ്റായി ഒരു വശത്ത് കാട് വിഴുങ്ങി വരുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടേക്ക് ഭയങ്കര ആലസ്യമില്ല കേട്ടോ. കാരണം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനൊരു വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കൊട്ടായിപ്പാടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. നോക്കണേ, എങ്ങനെ വെളിച്ചമുണ്ടായിരുന്നൊരു സ്ഥലമെന്ന് പറയാം. ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ തന്നെ വളരെ പേടിയായ ഒരവസ്ഥയിലാണ്. ഒന്ന് കാണിച്ചു തരാം. ഒരു വശം നശിച്ചു തുടങ്ങി. നോക്കുകയാണ് നിങ്ങൾ, എന്ത് മനോഹരമായ പാടികളാണ് നോക്കണേ. അപ്പോൾ ഈ ലാസ്റ്റ് വരെ ആൾ താമസം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടേക്കും പണ്ട് 2010 വരെ 2015 വരേക്ക് ഒരു സമയത്ത് നല്ല എല്ലാ റൂമിലും ആളുകൾ തിങ്ങി താമസിച്ചിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഒരവസ്ഥ പറഞ്ഞാൽ വളരെ ദയനീയമാണ്. നല്ല മനോഹരമായ പാടിയായിരുന്നു ഇവിടെ. കാരണം ഇതിൻ്റെ മുൻവശത്ത് നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാഴ്ച നിങ്ങൾക്കൊന്ന് കാണിച്ചു, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ലാസ്റ്റ് കഴിഞ്ഞ മാസം വരെ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ ആരുമില്ലാന്ന് തോന്നുന്നു. എന്നിട്ട് വരാൻ തന്നെ ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഭയങ്കര ഫോറസ്റ്റ് മാതിരി അയക്കണം. കാരണം ഈ ആനൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം. ഈ ഏരിയയിൽ വെച്ച് നല്ല മനോഹരമായ വ്യൂ പോയിൻ്റില്ല നല്ല ഒരു പാടിയായിരുന്നു ഈ രണ്ട് പാടികൾ. അപ്പോൾ ഇതിലൊന്നും താമസമില്ല കേട്ടോ. നല്ല വിശാലമായി കിടക്കുന്ന പാടി കേട്ടോ. എന്താ മരം എന്ന് പറയാൻ, നല്ല മുറ്റം. അതിൻ്റെ നേരെ മുൻവശം നോക്കാം നിങ്ങൾ, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. ഏതറ്റത്ത് നോക്കിയാലും ഈ ഒരു പാടി കാണാൻ കഴിയും. കാരണം വെച്ചാൽ അങ്ങ് ബത്തേരി വരെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ലെൻസിൻ്റെ മുന്നിൽ നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഒന്നും ഇപ്പോൾ നിലവിൽ ആൾ താമസമില്ല. എല്ലാവരും ഇവിടുന്ന് റൂം ഒഴിഞ്ഞ് പോയി അടുത്തുള്ള പ്രദേശങ്ങളിൽ വീട് കാര്യങ്ങളൊക്കെയും കെട്ടി ഇവിടുന്ന് നീങ്ങി. ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ വളരെയധികം ചുരുക്കം ആളുകളുള്ളൂ കേട്ടോ. അന്ന് അവരുണ്ടാക്കി വെച്ചിരുന്ന വിറകുകളൊക്കെ ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇപ്പോഴും അതേപോലെ ഉണ്ട്. ഈ പാടികളൊക്കെ കാണുമ്പോഴേ ഇവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് കാരണം ഭയങ്കര സങ്കടമായൊരവസ്ഥയാണ്. അന്നത്തെ സമയത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ പാടിയിലേക്ക് വന്നിരിക്കണം. ഇവിടേക്കും ഫുള്ള് ആളുകളേക്കാരം, നല്ല അയൽവാസികളായാലും നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പാടികളൊക്കെ അവർ കിടക്കണ കണ്ടാൽ ഭയങ്കര ദയനീയമായൊരവസ്ഥ കേട്ടോ. കാണുന്ന 10 അടി വീതിയിലെ ഫുട്പാത്ത് കേട്ടോ. അതൊക്കെയും കാട് കയറിയിട്ട് ഏതാണ്ട് ഒരു 3 അടിയോളം അയക്കണം. കാരണം മറ്റൊന്നൊന്നല്ല, ഇവിടൊന്നും ആൾ താമസമല്ല. പിന്നെ 1-2 ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൂട്ടർ മാത്രമേ താമസിക്കുന്നുള്ളൂ. എന്തായാലും മനോഹരമായൊരു ഏരിയ കേട്ടോ. ഇത് കാട് നിന്ന് നോക്കാറ് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഈ പരിസര പ്രദേശക്കും എവിടെ നിന്ന് കഴിഞ്ഞാലും മനോഹരമായ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ അല്ലേ, വൈകുന്നേരമായ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്, വേറൊന്നുമല്ല. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.
അപ്പോൾ നമ്മളെ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.